പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ അതല്ല പെട്ടെന്ന് ആലോചിച്ച്, മറ്റേ മഴ പെയ്യുന്ന മദ്ദളം കൊണ്ടുന്ന സിനിമയുണ്ട്. ആ സിനിമയില് അച്ഛൻ, ആ പടം കണ്ടിട്ടുണ്ട് ആരെങ്കിലും? മഴ പെയ്യുന്ന മദ്ദളം കൊണ്ട് ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ ബീച്ച്. ആ പടത്തില് ഞാൻ നിങ്ങളെ കണ്ടപ്പോഴും പെട്ടെന്ന് അതിൽ അച്ഛൻ ഒരു സീനിൽ ഓടി വന്നിട്ട് ഈ മേലേന്ന് അങ്ങനെ വീഴും ജഗദീഷ് കുമാറിന്റെ മേത്തേക്ക്. ഞാൻ വെച്ച് ഇതേപോലെ നിങ്ങൾ അവിടെ നിന്ന് ചോദ്യം വെച്ചിട്ട് മേലോട്ട് വീണ് കഴിഞ്ഞാ അപ്പൊ ജഗതി ചോദിക്കുന്നുണ്ട് ഒരു കോടിപ്പടി കാണിച്ചിട്ട്, ഇത് പിന്നെ കാണാനാണോ വെച്ചിരിക്കുന്നത്? ഞാൻ പെട്ടെന്ന് അത് ഓർമ്മ വന്നു എനിക്ക്. ഏതാ അതല്ല, ഞാൻ പെട്ടെന്ന് ചോദ്യം എന്തായിരുന്നു? ഇന്റർവ്യൂകളില് പിടിച്ചു നിൽക്കാനാ? ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ തിരിച്ച് ട്രോൾ ചെയ്തിട്ട് അവർക്ക് അങ്ങോട്ട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല ഇന്റർവ്യൂ ചെയ്യുന്ന ആളിന്. അതിന്റെ രഹസ്യം എന്താണ്? കറക്റ്റ് അല്ലേ? അതിന് ഇല്ല, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം കണ്ണൂര്, അല്ല എനിക്ക് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട് എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ അതല്ല, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂര് ഒരു പരിപാടിക്ക് പോയപ്പോ ഞാൻ അവിടെ പോയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അത് നമ്മൾ ജനിച്ചു വളർന്ന നാടിൻ്റെതായിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നു മലബാറിൽ പൊതുവെ മലബാറുകാരോട് പിടിച്ചു നിൽക്കാൻ, എനിക്ക് എൻ്റെ അനിയത്തിമാരും പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ്. എൻ്റെ ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ഉണ്ട്, എൻ്റെ കസിൻസ്, ഇവരടുത്തൊന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട്. തീരുന്നവരെ കാണും. 4 ദിവസം ട്രാൻസിറ്റ് വിസയാണ്. 4 ദിവസം ഇന്ന് തന്നെ രക്ഷപ്പെട്ട് എങ്ങനെ വന്നത് നമ്മള്? എത്ര ദിവസം കാണണം പറ? എനിക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ ഇരുന്നതാണോ? എന്തിന്? ഓട്ടായ അത്ര ബിൽഡപ്പ് ഒന്നും വേണ്ട. പാടി പോകണം. മ്യൂസിക് ഒന്നും വേണ്ട പോലെ നീ പാടിക്കോ. മ്യൂസിക് വിട്ടാൽ അതിന്റെ ഒപ്പം പാടേണ്ടി വരും, അത് തെറ്റിപ്പോകും. ഈ പ്രായത്തിലോ ഞാൻ പുള്ളി വഴക്കുണ്ടാക്കുന്നത്? പുള്ളിക്കാരത്തി എന്തോ ചോദ്യം ഉദ്ദേശിച്ച് വന്നു. പക്ഷെ നിങ്ങളുടെ ഫസ്റ്റ് ആൻസർ കേട്ടപ്പോ തന്നെ പാളിപ്പോയി. മൊത്തം വേറെ വഴിക്ക്. ഞാൻ എങ്ങനെ ആവണമെങ്കിൽ അങ്ങനെ ആവാം. ബാഡ് ബോയ് ആവണോ? ബാഡ് ബോയ് ആവാം. ഗുഡ് ബോയ് ആവണോ? ഗുഡ് ബോയ്. അതെ, സത്യം.